ആ നീ വന്നോ? വാ കഴിക്കാം. എനിക്ക് വിശന്നിട്ട് വയ്യ. അമ്മുവിനെ കണ്ടതും സോന അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. എടീ, എനിക്ക് വിശക്കുന്നില്ലെടീ. അമ്മു വിഷമത്തോടെ പറഞ്ഞു. എന്ത്? ഓ മൈ ഗോഡ്! ആരായി പറയുന്നേ? എൻ്റെ അമ്മു തന്നെയാണോ ഈ പറയുന്നത്? സോന അന്തം വിട്ട് ചോദിച്ചു. എടി, ഞാൻ പറയുന്നത് സത്യമാ. എനിക്ക് വിശക്കുന്നില്ല. അതെന്താ? സാധാരണ എന്നേക്കാൾ മുൻപേ വിശപ്പിന്റെ വിളി വരുന്നത് നിനക്കല്ലേ? ദേ 1 മണിയായി. എനിക്കാണെ 11 മണി മുതൽ വിശപ്പ് തുടങ്ങിയതാ. ആ കാലിനാണെങ്കിൽ കുപ്പിയിൽ നിന്നും വരുന്ന ഭൂതത്തെ പോലെയാ എന്നെ കരുതുന്നത്. 1 മണി കഴിയുമ്പോൾ അടുത്തത് തരും. അപ്പോഴാ സോന വിഷമത്തോടെ പറഞ്ഞു. എന്നാൽ അമ്മു ഇതൊന്നും കേൾക്കാതെ മറ്റെന്തോ ചിന്തയിലിരിക്കുകയായിരുന്നു. എടി, നീ എന്തേ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? സോന അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു. എടി, അത് പിന്നെ എനിക്ക് ഏ നീ എന്താടി ഇരുന്നു പിച്ചും പേയും പറയുന്നേ? എടി, അത് ഇവിടുത്തെ സാറില്ലേ, അയാളെ ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത്. ആണല്ലേ? ഞാനും അയാളെ കണ്ടിട്ടുണ്ട് മാഗസീനിൽ. അതല്ല, അയാളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടടി. സ്വപ്നത്തിലോ? സോന സംശയത്തോടെ ചോദിച്ചു. ആ അതെ, അവൾ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ഏ ഇതൊക്കെ നീ സ്വപ്നത്തിൽ കണ്ടെന്നോ? അതേടി, സത്യം. അയാളെ ഞാൻ സ്വപ്നത്തിൽ കാണുമ്പോഴൊക്കെ അയാളും ഞാനും. വാട്ട് എ വണ്ടർഫുൾ ഡ്രീം. ഞാനും കാണും കുറേ കൂറ സ്വപ്നങ്ങൾ. കൊക്കെ വീഴുന്നതും പട്ടി ഓടിക്കുന്നതും സപ്ലി കിട്ടുന്നതും. എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെയുള്ളതും പോട്ടെ, ഒരു സുന്ദരൻ ചെക്കനെ നിങ്ങൾ കാണിക്കാറുണ്ടോ? അവൾ മുകളിലേക്ക് നോക്കി ആരോടെന്നില്ലാതെ പറഞ്ഞു. നീ ഭാഗ്യവതിയാ മോളെ. സാറിനെ നീ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ. സോൻ അവളുടെ കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, ശേ, നിനക്കറിയില്ല. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് ദേഷ്യം വരും. പിന്നെ ഒന്ന് കണ്ണടയ്ക്കാൻ പോലും എനിക്ക് പറ്റില്ല. ആ അല്ലെങ്കിലും ദൈവം അറിയുന്നവൻ്റെ കയ്യിലൊന്നും പന്ത് കൊടുക്കില്ലല്ലോ. പുല്ല്. ഇങ്ങോട്ട് വാ, നമുക്ക് കഴിക്കാം. അമ്മ അവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു. ക്യാൻറ്റീനിൽ ചെന്നവർ ഫുഡ് ഓർഡർ കൊടുത്തിട്ട് സംസാരിച്ചിരുന്നു. സോനയാണേൽ അവളോട് തിരിച്ചും മറിച്ചും സ്വപ്നത്തെപ്പറ്റി തന്നെ ചോദിക്കുകയാണ്. അമ്മ ആണേൽ ഇവളോട് പറയണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിലിരുന്നു. ലാസ്റ്റ് അമ്മ ഓർഡർ ക്യാൻസൽ ചെയ്ത് പട്ടിണിക്കിടുമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചങ്ങ് ഡീസൻ്റായി. ഹലോ ആത്മീയ. ആരോ വിളിക്കുന്നത് കേട്ടതും അവർ തിരിഞ്ഞു നോക്കി. എബിനായിരുന്നു. ആ ചേട്ടായി, ഇരിക്ക്. അവളൊരു കസേര ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവിടേക്കിരുന്നു. ചേട്ടായി കഴിച്ചോ? ഫുഡ് ഓർഡർ ചെയ്യണോ? അമ്മു ചിരിയോട് ചോദിച്ചു. ഏയ് വേണ്ടടോ, ഞാൻ ഓർഡർ കൊടുത്തോളാം. തന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ ഞാൻ. അവൻ ചിരിയോടെ തിരികെ മറുപടി പറഞ്ഞു. അതെയോ? പിന്നെന്താ, ഞാൻ ആത്മീയ മോഹൻ. ഇത് സോന. ഞങ്ങൾ കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടാ. നേഴ്സറി മുതൽ ഞങ്ങൾ ഒന്നിച്ചാ. ഇപ്പം ഇവിടെ. ആഹാ, അപ്പോൾ ഒരുപാട് വർഷമുണ്ടല്ലോ. അത്ര തിക് ഫ്രണ്ട്സ് ആണല്ലേ? അതേനെ, ഇവൾ അറിയാത്തതായിട്ട് ഒന്നും എൻ്റെ ലൈഫിലില്ല. ഞാൻ അറിയാത്തതായിട്ട് ഇവൾക്കുമില്ല. ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണുപെടല്ലേ എൻ്റെ ചേട്ടായി, ഞങ്ങൾ ജീവിച്ച് പൊയ്ക്കോട്ടെ. പിന്നെ ഞാൻ എന്തിനാണോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കണ്ടുപിടുന്നത്? നിങ്ങൾ ഒരുപാട് കാലം ഇതുപോലെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ. അയ്യോ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ ചേട്ടായി. അമ്മു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു. ആഹാ, ഇത് പുതിയ കറിയാണല്ലോ. ടേസ്റ്റ് ഉണ്ടോ? അവൻ അവളുടെ പാത്രത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. ചേട്ടായി കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. അവൾ ചിരിയോടെ പറഞ്ഞതും അവൻ അവളുടെ പ്ലേറ്റിൽ നിന്നും കുറച്ചെടുത്ത് വായിലേക്ക് വെച്ച് നോക്കി. സൂപ്പർ. അല്ലെങ്കിലും ഇവിടുത്തെ കറികൾക്കൊക്കെ ഒടുക്കത്തെ ടേസ്റ്റാണ്. നമുക്ക് നമ്മുടെ വീട് മിസ്സ് ചെയ്യുകയേയില്ല. ആ അതെ, ചേട്ടൻ പറഞ്ഞു ശരിയാ. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റ് തന്നെയാ. സോനയും പറഞ്ഞു. ദേ കുറച്ചും കൂടി കഴിച്ചോ. അമ്മ അവളുടെ പ്ലേറ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അതിൽ നിന്നും കഴിക്കാൻ തുടങ്ങി. സിദ്ധുവേ, ഇത് നിനക്ക് മുൻപേ അവൾ അവന് വീഴുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. അവരെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ കളിയാക്കിക്കൊണ്ട് തരുൺ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും അവൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അവൻ്റെ വെറും പാഴ്മോഹങ്ങളാണ് മോനെ തരുണേ. ആത്മീയ മോഹനെ ഈ സിദ്ധുവിന് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. സിദ്ധു ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. സിദ്ധു, നീ ഇതെവിടെ പോവാ? തരുൺ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ അമ്മൂട്ടനെ ഒന്ന് കാണാൻ. നല്ലതുപോലെ ആഹാരമൊക്കെ കഴിച്ച് വണ്ണമൊക്കെ വെക്കാൻ പറയണ്ടടാ. എനിക്ക് അവളെ കൊണ്ട് ആവശ്യമുള്ളതല്ലേ. സിദ്ധു പുച്ഛ ചിരിയോടെ പറഞ്ഞു. സിദ്ധു, നീ എന്തായി ഉദ്ദേശിക്കുന്നേ? അരുൺ സംശയത്തോട് ചോദിച്ചു. അവൾ ഈ സിദ്ധുവിൻ്റെ പെണ്ണാകാൻ ഞാൻ ഏതറ്റം വരെയും പോകും മോനെ. അതിനെൻ്റെ മുൻപിൽ എന്ത് വഴിയാണോ തെളിയുന്നത് ആ വഴിയിൽ കൂടിയെല്ലാം ഞാൻ പോകും. സിദ്ധു പുച്ഛച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. ഹലോ. അവൻ അവരുടെ അടുത്തേക്ക് ചെന്നതും അവർ 3 പേരും എഴുന്നേറ്റു. അയ്യോ, സാറെന്താ ഇവിടെ? എബിൻ സംശയത്തോടെ ചോദിച്ചു. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ? സിദ്ധു ചിരിച്ചു. അയ്യോ, അങ്ങനെയല്ല സർ. സാറിന് ക്യാൻറ്റീനിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫുഡ് ഓഫീസ് റൂമിൽ എത്തിക്കാറല്ലേ പതിവ്. സാറിനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ.
ആ എനിക്കിന്ന് ക്യാൻറ്റീനിൽ വന്ന് കഴിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും മറ്റും വന്നതാ. നിങ്ങൾ നിൽക്കാതെ ഇരിക്ക്. ആഹാരത്തിന് മുൻപിൽ നിന്നും എഴുന്നേറ്റൂടാന്ന് അറിഞ്ഞൂടെ? സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ ചിരിയോടെ അവിടെ ഇരുന്നു. സോന, എങ്ങനെയുണ്ട് ഫുഡൊക്കെ? കിടിലൻ സോ. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നത് പോലെ തന്നെ. വീട്ടിൽ നിന്നുള്ള ഫുഡ് മിസ് ചെയ്യില്ല. സോന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഴിക്ക് കഴിക്ക്. വീട്ടിലെ പോലത്തെ ഫുഡല്ലേ, നല്ലതുപോലെ കഴിച്ചോ. വൈകിട്ട് വരെ പണിയെടുക്കാൻ സ്റ്റാമിന വേണം. അങ്ങോട്ടേക്ക് വന്ന തരുൺ അവളെ നോക്കി പറഞ്ഞു. ഹോ, വന്നു. ഇങ്ങേർക്ക് കെട്ടിയെടുക്കാൻ കണ്ട സമയം. കഴിക്കാനുള്ളതിൻ്റെ മൂടും പോയി. അവൾ സ്വയം പറഞ്ഞു. എബിൻ, ഞാൻ പറഞ്ഞ ഫയൽ റെഡിയായോ? സിദ്ധു ചോദിച്ചു. ഹാഫ് ആൻ അവറിൽ എത്തിക്കാം സർ. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഓക്കെ, യു ക്യാരി ഓൺ. സിദ്ധു അമ്മുവിനെ സോനയെ നോക്കി പറഞ്ഞുകൊണ്ട് തിരികെ പോയി. സോന അവർ പോകുന്നത് നോക്കി നിന്നു. അമ്മോ, എന്താടി? എടി അമ്മോ, പറയടി പുല്ല്, എന്താണെന്ന്. എന്ത് ഹോട്ട് ആൻഡ് സെക്സി ആണ്ടി അങ്ങേര്. ഞാൻ ഇപ്പോഴാണ് അങ്ങേരെ അടുത്ത് കാണുന്നേ. വെൽ മെയിൻറ്റൈൻഡ് ബോഡി. പിന്നെ ആ ലിപ്സ്, ഹോ പൊളിയല്ലേ. അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പറഞ്ഞു. ആര്? അമ്മ സംശയത്തോട് ചോദിച്ചു. സിദ്ധ് സാറിനെ, അല്ലാതെ ആരെയാ? ഓ, ഇങ്ങേരാണോടി നിന്നെ സ്വപ്നത്തിൽ? നീ ലക്കി ആണ്ടി മോനെ. സ്വപ്നത്തിലെങ്കിലും. ഭാ, അതൊരു ഒന്നൊന്നര ആട്ടലായിരുന്നു അമ്മുവിൻ്റെ വക. സോന ഞെട്ടി അവളെ നോക്കി. മിണ്ടാതിരുന്ന് കുത്തി കയറ്റിയിട്ട് വാടി പിശാശെ. അവളുടെ ഒരു ഹോട്ടും സെക്സിയും ബാക്കിയുള്ളവർ അങ്ങേരുടെ കൂടെ ക്യാബിനിൽ പിടിച്ചിരിക്കുന്ന കാര്യം എനിക്കേ അറിയുള്ളൂ. അമ്മ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഇവളോടൊരു സത്യം പറയാനും പറ്റില്ലേ? ഷോ, എൻ്റെ മാതാവേ, നീ എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിലെന്താ പന്ത് കൊടുക്കാത്തത്? എനിക്കും ഉണ്ട് ഒരെണ്ണം. അങ്ങേരുടെ വിചാരം ഞാൻ വേലക്കാരി ജാനു ആണെന്നാ. എപ്പോഴും ഓരോന്ന് തന്നുകൊണ്ടിരിക്കും. ഒരു ദർശന സുഖം പോലും. ഏഹെ. അവൾ സ്വയം മുകളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേന്ന് ഇന്നാണ് അമ്മ സിദ്ധുവിൻ്റെ കൂടെ പോകുന്നത്. എടി, നീ എപ്പോഴാ പോയിട്ട് വരുന്നേ? ഓഫീസിലേക്ക് പോകുന്ന വഴി സോന അവളോട് ചോദിച്ചു. അറിയില്ലടി, സാറ് പറഞ്ഞത് വൈകിട്ട് തിരിച്ചു വരുമെന്നാ. അതുകൊണ്ടല്ലേ ചേട്ടായി പൊയ്ക്കോളാൻ പറഞ്ഞത് എന്നോട്. തിരിച്ചു വരുവോ അതോ പോകുന്ന വഴി രണ്ടും കൂടി അങ്ങ് പോവോ? ഈ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്നത് പോലെ? സോന ചിരിയോടെ ചോദിച്ചു. പൊടി, അങ്ങനെയൊന്നുമില്ല. പോയാലും കുഴപ്പമൊന്നുമില്ലടി. എങ്ങനെ പോലെ നമുക്കാ ലോട്ടറി. സോന വീണ്ടും ചിരിച്ചു. എന്നിട്ട് വേണം പോരാളിയും പപ്പയും ചേട്ടായും കൂടി എന്നെ കഷ്ണം കഷ്ണം ആക്കാൻ. ആദ്യത്തെ ഒരു ഇതേ കാണുള്ളടി. അങ്ങേര് സ്വപ്നത്തിൽ കണ്ടതുപോലെയാണെങ്കിൽ പിറ്റേ മാസം നീ വീട്ടിൽ വരും. അതെന്താ? അമ്മ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. എടി, അങ്ങേര് നിന്നെ പണി പറ്റിക്കും. നീ ഗർഭിണിയാകും. അപ്പം പിന്നെ നിന്റെ പപ്പയുടെയും മമ്മിയുടെയും ചേട്ടായിയുടെയും മനസ്സലിയും. നിന്നെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എങ്ങനെയുണ്ട്? നൈസല്ലേ? സോന പുരികം പൊക്കിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു. ഞാനേ ഒരു നല്ല കാര്യത്തിന് പോവാ, അതുകൊണ്ടൊന്നും പറയുന്നില്ല. അമ്മു കപടദേഷ്യത്തോടെ പറഞ്ഞതും സോന നല്ലോണം ഇളിച്ചു കാണിച്ചു. ആ, നീയെങ്കിലും പോയി പൊളിച്ചിട്ട് വാ. ഇന്നാ കാലമാടൻ എന്തു പണിയാണോ എന്തോ എനിക്ക് തരാൻ പോകുന്നത്. അവൾ അമ്മുവിനോട് പറഞ്ഞതും അമ്മു ചിരിച്ചു. അവർ ഓഫീസിലെത്തിയതും സിദ്ധു അവളോട് സൈൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അവൾ പോയി സൈൻ ചെയ്തതും അവനൊരു ഫയൽ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. വാ, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ കാറിൻ്റെ കീയുമായിട്ട് ഇറങ്ങി. അവൻ്റെ പുറകെയായി അവളും നടന്നു. അവൻ ഡ്രൈവർ സീറ്റിലേക്കും അവൾ കോ ഡ്രൈവർ സീറ്റിലേക്കും കയറി. ആത്മീയയ്ക്ക് എൻ്റെ കൂടെ വരാൻ പേടിയുണ്ടോ? പോകുന്ന വഴിയിൽ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അവളില്ലെന്ന് പറഞ്ഞു. അവൻ റൊമാൻറ്റിക് സോങ് കാറിൽ പ്ലേ ചെയ്തു. അവൾ സീറ്റിലേക്ക് ചാരി പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് അലഞ്ഞു. ഒരു റെഡ് കളർ ടോപ്പും വൈറ്റ് ലെഗിൻസും ആണ് വേഷം. ഒരു കുഞ്ഞുമാല കഴുത്തിൽ കിടപ്പുണ്ട്. കാതിലൊരു കുഞ്ഞു ജിമുക്കിയും കിടപ്പുണ്ട്. ഒരു കയ്യിൽ വാച്ച് കെട്ടി മറുകൈ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കണ്ണുകൾ എഴുതി ഒരു കുഞ്ഞു കറുത്ത പൊട്ടിയിട്ടിട്ടുണ്ട്. കാറിൽ നിന്നും ഒഴുകുന്ന സോങ്ങിനൊപ്പം അവളുടെ ചുണ്ടുകൾ ആ സോങ് മന്ത്രിക്കുന്നുണ്ട്. കൈവിരലുകൾ താളം പിടിക്കുന്നുണ്ട്. അമ്മോ, അവൻ വിളിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നീ ഭയങ്കര സുന്ദരിയാട്ടോ. ഐ ലൈക്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. യു ആർ ഡിഫറെൻറ്റ് ഫ്രം ദം. അവൻ പറഞ്ഞതും അവൾ കണ്ണും തള്ളി അവനെ നോക്കി. ഇങ്ങനെ നോക്കാതെടോ, യുവർ ഐസ് ആർ അട്രാക്റ്റിംഗ് മീ. അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ കണ്ണുകൾ താഴ്ത്തി. അവൾ ഒന്നും മിണ്ടാതെയിരുന്നു. തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൻ അവളുടെ മൗനം ഭേദിക്കാൻ എന്ന പോലെ ചോദിച്ചു. പപ്പയും മമ്മിയും ചേട്ടായും. താൻ ചേട്ടായിട്ട് ഭയങ്കര കമ്പനിയാണല്ലേ? അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇന്നലെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ചേട്ടായിയോട് അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ദാറ്റ്സ് നൈസ്. എനിക്കും ഉണ്ടായിരുന്ന ഒരു പെങ്ങൾ. ആൻഡ് ഷീ ഈസ് ഓൾസോ യുവർ ഏജ്. എന്താ പെങ്ങളുടെ പേര്? സഞ്ജന. എന്ത് ചെയ്യുക? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. അവൾ മരിച്ചുപോയി. അവൻ അവളെ നോക്കാതെ പറഞ്ഞു. എങ്ങനെ? ആക്സിഡൻറ്റ്. അവൻ ഒരു കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ച് മറുകൈ കൊണ്ട് പുറത്തേക്ക് വന്ന വിതുമ്പലിനെ ചുരുട്ടിപ്പിടിച്ച് നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. എത്ര വർഷമായി? ജസ്റ്റ് 2 years സർ. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. ഇറ്റ്സ് ഓക്കെ, ഐ ആം ഫൈൻ. ഷീസ് ലൈക്ക് മൈ ഡോട്ടർ അമ്മു. ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. ലൈക്ക് യു ആൻഡ് യുവർ ബ്രദർ. എല്ലാം എന്നോട് വന്ന് പറയും. കോളേജ് ലൈഫ്, അവളുടെ പേഴ്സണൽ ഫീലിങ്സ്. ആൻഡ് യു നോ,
ഷി ഹാഡ് എ ക്രഷ് വിത്ത് എ പേഴ്സൺ. അതും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ആരോട്? അവളുടെ ഒരു കോളേജ് സീനിയറായിട്ട്. ബട്ട് അവൻ അവളെ യൂസ് ചെയ്തിട്ട് വലിച്ചെറിഞ്ഞു. അതവൾ എന്നോട് പറഞ്ഞില്ല. ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴാണ് ഡോക്ടേഴ്സിനൊരു ഡൗട്ട് തോന്നിയത്. അങ്ങനെ നോക്കിയപ്പോൾ ഷീസ് റേപ്പഡ് ബൈ സമ്മൺ. പിന്നെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവൻ തന്നെയാണെന്ന്. അത് പറയുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അത് കാണും തോറും അവൾക്ക് വല്ലാത്ത പേടിയും തോന്നി. സർ, അവൾ പതിയെ വിളിച്ചതും അവൻ അവളെ ഒന്ന് നോക്കി. സോറി അപ്പോ, എനിക്കത് ഓർക്കുമ്പോൾ ഐ കാൺട്ട് കൺട്രോൾ മൈസെൽഫ്. സോറി. അവൾ അതിനൊന്നും മോളി. പിന്നെയും കുറച്ചു നിമിഷം അവർക്കിടയിൽ മൗനം തളം കെട്ടി. ആത്മീയയ്ക്ക് ആരോടെങ്കിലും അങ്ങനെയുണ്ടോ? മൗനത്തെ ഭേദിക്കാൻ അവൻ വീണ്ടും ചോദിച്ചു. എന്ത്? ക്രഷ് ഓർ ലവ്? അങ്ങനെ? ഇല്ല. താല്പര്യമുണ്ടോ? അവൻ ചെറുചിരിയോടെ ചോദിച്ചു. ഞാൻ എൻ്റെ പപ്പയും ചേട്ടായും ഒക്കെ കണ്ടെത്തുന്ന ആളിനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. ഓ, അങ്ങനെ പറയാതമ്മോ. തനിക്കൊരു കാര്യം അറിയോ? ഈ ലവ്, അട്രാക്ഷൻ, ക്രഷ്, ലസ്റ്റ് ഇതൊക്കെ ഒരാളെ കമ്പൽ ചെയ്തുണ്ടാകേണ്ട കാര്യമല്ല. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ഫീലിങ്സ് ആണ്. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഈ പറഞ്ഞതൊക്കെ തന്നോടുണ്ട്. അതെൻ്റെ ഒരു ഫീലിങ്സ് ആണ് എന്ന് കരുതി എനിക്ക് തന്നോട് കാമം ഉണ്ടെന്നല്ല കേട്ടോ. ലസ്റ്റ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ലവ്. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. അവൻ്റെ വായിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അവളിൽ എന്തൊക്കെയോ മായാജാലം തീർക്കുകയായിരുന്നു. നാണമാണോ, അവനോട് ഭയമാണോ, സംശയമാണോ, അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് തോന്നി. താൻ ഡെസ്പാകാൻ വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് തോന്നിയൊരു ഫീലിങ്സ്. അതെനിക്ക് തന്നോടല്ലേ പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് കരുതി ഞാൻ തന്നെ ഉപദ്രവിക്കാനൊന്നും വരില്ല കേട്ടോ. ഞാൻ അത്രക്കാരനൊന്നുമല്ല. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നതാ. പെണ്ണിൻ്റെ ശരീരം വെച്ച് സിദ്ധു കളിക്കില്ല. എൻ്റെ പെണ്ണിനോട് മാത്രമേ എനിക്ക് ആ പറഞ്ഞ ഫീലിങ്സ് എല്ലാം തോന്നുള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ അവൻ അവളോട് പറയാതെ പറഞ്ഞത് അവൾ അവൻ്റെ പെണ്ണാണെന്നായിരുന്നു. അത് അവൾക്ക് മനസ്സിലായി എങ്കിലും അവൾ തിരികെ ഒന്നും പറഞ്ഞില്ല. അമ്മു, നമുക്കൊരു ചായ കുടിച്ചാലോ? ഓ സോറി, ഞാനങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? മറ്റേത് ഡേറ്റി വിളിക്കണ്ടേ, അതുകൊണ്ടാണ്. അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. അവൻ കാർ സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ടിറങ്ങി. അവൾക്കും അവനൊരു ചായ പറഞ്ഞു. മഴ പെയ്ത് റോഡിലാകെ ചെളിയും മറ്റുമായിരുന്നു. അവർ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു കാർ ചീറിപ്പാഞ്ഞു വന്നത്. അവരുടെ ശരീരം മുഴുവൻ ചെളി തെറിപ്പിച്ചുകൊണ്ട് ആ കാർ പാഞ്ഞുപോയി. വാട്ട് അപ്പ്! അവൻ ദേഷ്യത്തോടെ കാറിലേക്ക് നോക്കി പറഞ്ഞതും അത് കേട്ട് അവൾ അന്തം വിട്ടവനെ നോക്കി. പിന്നെ സ്വയം ഒന്ന് നോക്കി. അവളുടെ മുഖം വരെ ചെളിയായിരുന്നു. ഓ സോറി അമ്മോ, സോ സോറി. ഡ്രസ്സ് മുഴുവൻ ചെളിയായല്ലോ. അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ ദയനീയമായി അവനെ നോക്കി. ഇറ്റ്സ് ഓക്കെ, നമുക്കിത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാം. ഞാൻ കാറിലേക്ക് കയറിക്കോ. അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കാറിലേക്ക് കയറി. അവൻ ആദ്യം കണ്ടൊരു ഹോട്ടലിൻ്റെ മുന്നിലേക്ക് കാർ നിർത്തി. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഡ്രസ്സ് വാഷ് ചെയ്യണ്ടേ? അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലകുലുക്കി. അവൻ അവളെയും കൂട്ടി ഹോട്ടലിലേക്ക് നടന്നു. 2 റൂം വേണം. റിസപ്ഷനിൽ നിന്ന പെൺകുട്ടിയെ നോക്കി അവൻ പറഞ്ഞു. സോറി സർ, റൂമൊന്നും അവൈലബിൾ അല്ല. അത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഡ്രസ്സ് മുഴുവനൊന്ന് ചെളിയായി. ഇതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു റൂം വേണമെങ്കിൽ തൽക്കാലത്തേക്ക് തരാം സർ, ബാക്കിയെല്ലാം ബുക്ക്ഡാണ്. സോറി. ആ പെൺകുട്ടി ദയനീയമായി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഒരെണ്ണം മതി. അമ്മു, തനിക്ക് പ്രശ്നം വല്ലതുണ്ടോ? അവൻ ചോദിച്ചതും അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. ഉള്ളിൽ അവൾക്ക് നല്ല പേടി തോന്നി. പിന്നെ രണ്ടും കൽപ്പിച്ച് കുഴപ്പമില്ല എന്ന് തന്നെ അവൾ പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് ആ റൂം ബുക്ക് ചെയ്തു. കീയും വാങ്ങി അവളെയും കൂട്ടി നടന്നു. അവൻ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി. അവളാണെങ്കിൽ കയറാൻ മടിച്ചു നിന്നു. ഡോ, താൻ ഈ അന്യയെപ്പോലെ നിൽക്കാതെ, അവർക്ക് ഡൗട്ടാകും. ഇങ്ങോട്ട് കയറിക്കേ. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. താനൊന്ന് ഫ്രഷായി ഈ ഡ്രസ്സ് വാഷ് ചെയ്യ്, ഞാൻ പുറത്തേക്ക് നിൽക്കാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൻ ഡോർ ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവൻ അങ്ങനെ ചെയ്തതും അവൾക്കെന്തോ ഒരു ബഹുമാനം അവനോട് തോന്നി. അവൾ കയ്യിലുണ്ടായിരുന്ന ബാഗ് കട്ടിലിലേക്ക് വെച്ചിട്ട് ഫ്രഷാകാൻ ബാത്റൂമിലേക്ക് കയറി. ടോപ്പും പാൻറ്റും അവൾ ശരീരത്തിൽ നിന്നും മാറ്റി ബാത്റൂമിലേക്ക് വെക്കാനായിട്ട് തുടങ്ങിയതും അവളുടെ കയ്യിൽ നിന്നും അത് താഴേക്ക് വീണു. അവൾ ഞെട്ടി അതിലേക്ക് നോക്കി. പിന്നെ പെട്ടെന്നത് വെള്ളത്തിൽ നിന്നും എടുത്തു. അപ്പോഴേക്കും അത് നനഞ്ഞിരുന്നു. അത് കണ്ടതും അവളുടെ കൈകൾ വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അമ്മോ! അവളുടെ അനക്കമൊന്നും ഇല്ലാഞ്ഞതും അവൻ അകത്തേക്ക് കയറി വന്ന ഡോറിൽ മുട്ടി. ഒരു ശബ്ദം കേട്ടതും അവളുടെ നെഞ്ചിടിച്ചു. കൈകൾ വിറച്ചു. അവൾ വിയർക്കാൻ തുടങ്ങി. അമ്മോ, ആർ യു ദേർ? അവൻ വീണ്ടും വിളിച്ചു. ആ. അവൾ ഒന്ന് മൂളി. താൻ ഫ്രഷായോ? ടൈം ആകുന്നു. അവൻ പറഞ്ഞതും അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. അപ്പോഴേക്കും അവനൊരു കോള് വന്നു. അവൻ അതുമായിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയതും അവൾ ടവലും എടുത്ത് ചുറ്റിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങി.